ജീവിതത്തിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൽ തകരാറ് പറ്റിയ ആളുകളുണ്ടെങ്കിലോ സിറാത്തിൽ കയറാൻ പോലും അല്ലാഹു അവസരം കൊടുക്കണില്ല. കൂട്ടമായി ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ച് അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുകയാ. ശിർക്കിന്റെ വക്താക്കളെ അല്ലാഹു നരകത്തിലൂടെ വലിച്ചെറിയുമെന്നാണ്. പിന്നെ ആരാണ് അവിടെ ബാക്കിയുള്ളത്? സിറാത്ത് കയറാനായി ബാക്കിയുള്ളവരാരാണ്? മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്, വേദക്കാരിൽപ്പെട്ട ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് അംഗീകരിച്ചവരാണ്, ഏകദൈവാരാധനയുടെ ആളുകളാണ് എന്ന് പറഞ്ഞ വേദക്കാരും അവിടെയുണ്ട്. പ്രിയമുള്ളവരെ, അതിൽ നിന്നൊരു വിഭാഗത്തിനോട്, ജൂതന്മാരോട്, ആരെയാ നിങ്ങൾ ആരാധിച്ചത്? ഉസൈർ, അല്ലാഹുവേ നിന്റെ പുത്രനല്ലയോ? ഉസൈർ ഉസൈർ നിന്റെ പുത്രനായത് കൊണ്ടാണ് ആരാധിച്ചത് എന്ന് പറയുമ്പോ അല്ലാഹ് പറയാണ്, എനിക്ക് സന്താനമില്ല, അവരെയും നരകത്തിലാണെങ്കിലോ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആരാധിച്ച ആളുകളോട് ഈസാ നബി എന്ന് എനിക്കൊരു പുത്രനുമില്ല, എനിക്കൊരു ഇണയുമില്ല, അതുകൊണ്ട് അവരെയും അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുകയാ. പ്രിയമുള്ളവരെ, പിന്നെയുള്ള മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളിൽ നിന്ന് ചില ആളുകൾ മുസ്ലിം നാമധാരികളായി കപടവിശ്വാസികളായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു പ്രകാശം കൊടുക്കൂല, അവരും നരകത്തിലേക്ക് തന്നെയാ. ഇനി പോകാനുള്ളവരുടെ അവസ്ഥയാണ് ഗൗരവത്തോടുകൂടെ കേൾക്കണേ. കടന്നു പോകണ്ടേ സിറാത്ത് പാലങ്ങളിലോട് കയറിയാലുള്ള അവസ്ഥ എന്താ? മുത്ത് റസൂല് പറയാണ്, കലാലീബ് കൊളുത്തുകളുണ്ടേ ഇരുവശങ്ങളിലായി. അതുപോലെ തന്നെ അങ്ങ് മരുഭൂമികളിലൂടെ കാണപ്പെടുന്ന നജ്ദിന്റെ മരുഭൂമികളിലൂടെ കാണുന്ന കൂർത്ത മുള്ളുകൾ പോലെയുള്ളവയുണ്ട്. അതിൻ്റെ ഓരങ്ങളിലോട് അഗ്രഭാഗം കൊളുത്തുപോയ ചവണകൾ പോലെയുള്ളതുണ്ട്. അവിടുന്ന് പഴിപ്പിക്കുന്ന കൊല്ലന്റെ ആലകളിൽ നിന്ന് ഇരുമ്പെടുക്കുന്ന ആയുധങ്ങളെ പോലെയുള്ളതുണ്ട്, റാഞ്ചിയെടുക്കുന്നവ പോലെയുണ്ട്. അതിൻ്റെ ഇടയിലൂടെ മൂർച്ചയുള്ള വാളിനേക്കാളും മൂർച്ചയുള്ള സിറാത്തിലോട് പ്രിയമുള്ളവരെ മിന്നലിന്റെ വേഗതകളിലൂടെ സഞ്ചരിക്കുന്നവരുണ്ടെങ്കിൽ, കാറ്റിന്റെ വേഗതകളിലൂടെ സഞ്ചരിക്കുന്നവരുണ്ടെങ്കിൽ, വാഹനമൃഗത്തിന്റെ വേഗതകളിലൂടെ സഞ്ചരിക്കുന്നവരുണ്ടെങ്കിൽ, അതെല്ലാം ഇരുന്ന് എഴയുന്ന ആളുകളുണ്ടെങ്കിൽ, വയറിന്റെ മേലെ എഴയുന്ന ആളുകളുണ്ടെങ്കിൽ ഓർക്കണേ, നമ്മളോട് സ്നേഹമുള്ള അല്ലാഹുവിന്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി സിറാത്തിലൂടെ മിന്നൽ പിണർ പോലെ കടന്നു പോകുന്ന ലോകത്തിന്റെ മുത്ത സ്വർഗത്തിലേക്ക് ഓടുകയല്ല. ആ സിറാത്ത് കടന്ന ഉടനെ ഉമ്മത്തിനെ നോക്കുകയാണ്. അവരിങ്ങനെ പ്രയാസപ്പെടുന്നത് കാണുമ്പോ റബ്ബീ സല്ലിം, എൻ്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തല്ലോ. പ്രിയമുള്ളവരെ, ചിലരതിൻ്റെ കൊളുത്തുകളും ആയുധങ്ങളുടെ മുറിവുകളുമായി രക്ഷപ്പെടുന്നവരുണ്ടെങ്കിൽ, ചില ആളുകൾ രണ്ട് ഭാഗത്തിലൂടെ പെട്ടെന്ന് വഴുക്കുന്നിടത്ത് കൊളുത്തുകളാൽ വലിച്ച മുറിവുകളായി നരകത്തിലേക്ക് വന്ന് പതിക്കുമ്പോ തിന്മ ചെയ്ത ഫാജിറുകൾ ഇങ്ങനെ വീഴുകയാണ്, നന്മ ചെയ്ത തൗഹീദുള്ളവർ കടന്നു പോവുകയാണ്. ഇനിയോ വീണ ഫാജിറുകളിൽ, അവർ നരകത്തിലേക്ക് വീണ ഫാജിറുകളിൽ തൗഹീദുള്ളവരുണ്ടെങ്കിൽ പിന്നീട് ശുപാർശയിലൂടെ രക്ഷപ്പെടുന്നവരുമുണ്ട്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവര്, ഏറ്റവും വലിയ വേദനയുടെ ഘട്ടം തന്നെയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി എപ്പോഴാണ് ആശ്വാസമെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറഞ്ഞില്ലയോ, സിറാത്തിൽ നിന്ന് കടന്ന് ഒരു കാലം സ്വർഗത്തിൽ വെച്ചാലേ എനിക്ക് ആശ്വാസമുള്ളൂ എന്ന് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, വ്യത്യസ്തമായ വിശ്വാസ സംഹിതകളോടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരോട്, റബ്ബല്ലാത്ത മഹാരഥന്മാരോട് തേടുന്ന ആളുകളോട്, ശിർക്കിന്റെ പാതകളിൽ പോയാ സിറാത്ത് പോലും കിട്ടാതെ നരകത്തിൽ വീഴുമെങ്കിൽ അവിടെ അല്ലാഹുവിന്റെ ഹബീബ് പറയാ, സിറാത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അതിനു മുമ്പേ നരകത്തിലേക്ക് വീഴുന്ന തൗഹീദുള്ള വിശ്വാസികൾ ആരാണെന്നറിയുമോ? അവരാരാണെന്നറിയോ? മുത്തനബി പറയാണ്, ഒന്നാമതായിട്ട് ഇൽമു നേടിയ, ഖുർആനിൽ ഇൽമു നേടിയ മനുഷ്യനാണ്, പണ്ഡിതനാണ്. അദ്ദേഹം ജനങ്ങളോട് ഖുർആനും ഹദീസും ഇങ്ങനെ പറഞ്ഞു കൊടുത്തവനാണ്.
പക്ഷേ അള്ളാഹു ആ മനുഷ്യനോട് സ്വർഗത്തിൽ പോവാനില്ല, സിറാത്തിലൂടെ കയറി രക്ഷപ്പെട്ടു പോകാറില്ല, നരകത്തിലേക്ക് വലിച്ചെറിയുകയാ. കാരണം ആ മനുഷ്യൻ ഇൽമു പഠിപ്പിച്ചു കൊടുത്തത് ഞാൻ വലിയ പണ്ഡിതനാണെന്ന് കാണിക്കാനാ. അതുകൊണ്ട് ആ മനുഷ്യനെ നരകത്തിലേക്ക് എറിഞ്ഞോ. രണ്ടാമത്തെ മനുഷ്യൻ പറയുന്നുണ്ടല്ലോ, നിന്റെ മാർഗത്തിൽ ഞാൻ യുദ്ധം ചെയ്തവനാണെന്ന് പറയുമ്പോ അല്ല പറയാ, നീ യുദ്ധം ചെയ്തത് എന്തിനാണെന്നറിയോ? നീ വലിയ ധീരനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനാ. അതുകൊണ്ട് ആ മനുഷ്യനെയും നരകത്തിലേക്ക് എറിഞ്ഞോ. മൂന്നാമത്തെ മനുഷ്യൻ പറയുന്നുണ്ടല്ലോ, നിന്റെ മാർഗത്തിൽ ഒരുപാട് സ്വതക്ക കൊടുത്തവനാണ്. അല്ല പറയുന്നു, ആ മനുഷ്യനെയും നരകത്തിലേക്ക് എറിയാൻ. കാരണം അവൻ ദാനം ചെയ്തത് എന്തിനാണെന്നറിയോ? അവൻ വലിയ ധർമ്മിഷ്ഠനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനാണ്. പ്രിയമുള്ളവരെ, ഇവർ ചെയ്ത തെറ്റെന്താണ്? ഇവർ ലോകമാന്യത. അത് ശിർക്കിന്റെ താഴെത്തട്ടാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ലെങ്കിലും നരകം അല്ലാഹു കൊടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ വിഷയമാണ്. ഇയ്യാകും അശ്ശിർകുൽ അസ്ഗറ, ചെറിയ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണേ. വമശ്ശിർകുൽ അസ്ഗറ യാ റസൂലല്ലാഹ്, ഏതാ നബിയെ ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അരിയ, ലോകമാന്യതയാണ്. മറ്റുള്ള ആളുകൾ കാണണമെന്ന് വിചാരിച്ച് ചെയ്യലാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. ഇവിടെ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ഒരു 3 ആള് തിരുവനന്തപുരത്തേക്ക് യാത്ര പോവാൻ. നിസ്കരിക്കാൻ താല്പര്യമുള്ള 2 ആളുണ്ട്, നിസ്കാരം അടിയനായ ഒരാളുണ്ട്. അങ്ങനെ ഒരു 3 പേര് യാത്ര പോകുമ്പോൾ യാത്ര ഇങ്ങനെ എറണാകുളം ജില്ല കടന്ന് ലോഹർ ബാങ്കിൻ്റെ സമയമായപ്പോൾ നിസ്കരിക്കാൻ താല്പര്യമുള്ള 2 ആളും പറഞ്ഞു, നമ്മൾ ഇവിടുന്ന് നിസ്കരിച്ചിട്ട് ജമ്മു കസറൊക്കെ നിസ്കരിച്ചിട്ട് ഇനി യാത്ര പുറപ്പെടാം. അപ്പം നിസ്കാരം അടിയനും പറഞ്ഞു, ആയിക്കോട്ടെ. കാരണം എന്താ, ഞാനിപ്പോൾ നിസ്കരിച്ചില്ലെങ്കിൽ ഇവരെന്താ കരുതുക? അവരുടെ കൂടെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയാലും റുക്കൂഉം സുജൂദും ഒക്കെ അല്ലാഹ് തന്നെ ചെയ്താലും മുഴുവൻ പ്രാർത്ഥനകളും അല്ലാഹ് തന്നെ നടത്തിയാലും നിസ്കാരമെന്ന അല്ലാഹ്ക്ക് കൊടുക്കേണ്ട ഇബാദത്തിൽ കൂടെയുള്ള 2 ആളുകൾ കാണണമെന്ന ചിന്ത വന്നപ്പോൾ അത് ചെറിയ ശിർക്കാണ്. ഇസ്ലാം എന്ന് പുറത്തു പോകില്ലെങ്കിലും അല്ലാഹ് നരകം കൊടുക്കുന്നതാണ്. മാ സല്ലാ യുറാഇ ഫഖദ് അശ്റക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആര് നമസ്കരിച്ചുവോ അവൻ ശിർക്കാണ് ചെയ്തത് എന്നാ. വമൻ തസദ്ദഖ യുറാഇ ഫഖദ് അശ്റക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആര് സ്വതക്ക ചെയ്തോ അവനും ശിർക്കാണ് ചെയ്തത് എന്നാണ്. ഇനി പ്രിയമുള്ളവരെ, അതുപോലും ശിർക്കുൽ അസ്ഗർ ആണെങ്കിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, അല്ലാഹു അല്ലാത്തവരോട് സത്യം ചെയ്താൽ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിച്ചാൽ അല്ലാഹു തആല പൊറുച്ചു തരുമോ നമ്മളോട്? ഇല്ലല്ലോ. കാരണം എന്താ? നിങ്ങൾ നടത്തേണ്ട പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ എന്നുള്ളതാണ്. കാരണം ആ പ്രാർത്ഥന പോലും ആരാധനയാണ്. അതവിടെയുള്ള സലഫികൾ നിങ്ങളോട് വെറുതെ പറയുന്നതാണോ? അള്ളാന്റെ ഖുർആനാണ് പറഞ്ഞത്, മുത്ത് നബിയാണ് പഠിപ്പിച്ചത്, ലോകത്തിലൂടെ കടന്നു വന്ന പണ്ഡിതന്മാര് പറഞ്ഞതാണ്, എന്തിനേറെ സമസ്തയുടെ ഉസ്താദുമാര് വരെ പറഞ്ഞു തന്നതാണ്. ഇതെല്ലാം ഒരൊറ്റ വാചകത്തിൽ എനിക്ക് പറഞ്ഞു തരാൻ കഴിയും. എന്തുകൊണ്ടെന്നറിയോ? സ്വഹീഹ് മുസ്ലിമിലെ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ആ ഒരു ഹദീസിൽ പ്രാർത്ഥന ആരാധനയാണെന്ന് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു തെളിവുദ്ധരിച്ചത് റസൂലുള്ള ഖുർആനായ തോതി പഠിപ്പിച്ചു തന്നതാണ്. ഖുർആനായ തോതി റസൂലുള്ള പറഞ്ഞു പ്രാർത്ഥന ആരാധനയാണ്. അത് തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തഴവേനെ എല്ലാവരും അംഗീകരിക്കില്ല. നമ്മുടെ നാട്ടിലെ വാളുകളൊക്കെ നടക്കുമ്പോൾ തഴവയുടെ കവിത പാടിയിട്ടാണ് സാധാരണ ചെല്ലാറുള്ളത്, അല്ലേ? കാരണം ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം അത് രേഖപ്പെടുത്തുക. നമ്മുടെ കണ്ണിനെ പറ്റി ഒരു ജീവിക്കും കഴിവില്ല നോക്കാൻ ഫിസ്സമാ, മനുഷ്യനെ മാത്രം റബ്ബ് ചെയ്ത തകർറുമാ. ഒരു ജീവിക്കും ആകാശത്തിന്റെ മുകളിലൂടെ നോക്കാനുള്ള കഴിവില്ല, അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. വീട്ടിൽ കറി വെക്കണം മുരിങ്ങാമരം 2 വീട്ടിലെ ഹുലിമാ, കൂട്ടാന് മുട്ടറിയേണ്ടതില്ലടി ഫാത്തിമ. അതിനെ പറ്റിയൊക്കെ പറയണ്ടേ. ശൈത്താൻ ഇബ്ലീസിനല്ല സ്വർഗത്തുനിന്ന് ആട്ടിപ്പുറത്താക്കുമ്പോൾ ഇബ്ലീസ് പേടിച്ച് മൂത്രമൊഴിച്ച സ്ഥാനത്ത് മുളച്ചതാണ് ബീഡിപ്പുകയിലാന്ന് അതിൽ പറയുന്നുണ്ട്. നമുക്ക് ചോദിക്കാനുള്ളത് അത് പ്രമാണമൊന്നുമല്ല, പക്ഷെ തിന്ന് നടക്കണോ വലിയാവോ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹം ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ ക്രമീകരിച്ച് വന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ?
പ്രാർത്ഥന ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാൻ അവർ പറയുന്നു നബിയിൽ നിന്ന്. അത് മാത്രമല്ല ഇബാദത്തിന്റെ മജ്ജയാ, പ്രാർത്ഥന ആരാധനയാണെന്ന് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഏതാണ് ആ ഉദ്ധരണി എന്നറിയുമോ? സ്വഹീഹ് മുസ്ലിമിലൂടെ ഹദീസ് കാണാം. വഅൻ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദുആഉ ഹുവൽ ഇബാദ. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ആരാധനയാണ്. എന്നിട്ട് അള്ളാന്റെ പ്രവാചകൻ ഓതി കൊടുക്കുകയാണ് സൂറത്തു ഗാഫിറിൽ 60-ാമത്തെ ആയത്ത്, വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവിതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, നമ്മോടുള്ള ആരാധനയിൽ ആര് അഹങ്കാരം കാണിക്കുന്നുവോ സയ്യദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, വളരെ നിന്ദ്യനായി അവൻ നരകത്തിലേക്ക് പോകുമെന്നാണ്. പ്രാർത്ഥന ആരാധനയാണ്. ആ ആരാധന അല്ലാഹ്ക്കേ പറ്റൂ. അതാണ് സാക്ഷാൽ ബദരീങ്ങൾ ലോകത്തോട് പറഞ്ഞത്, അംബിയാ മുർസലുകൾ ലോകത്തോട് പറഞ്ഞത്, മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദർ ജീലാനി ലോകത്തോട് പറഞ്ഞതും ഇസ്തിആസ അത് അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ എന്നുള്ളതാണെങ്കിൽ, കാലാന്തരങ്ങളിലൂടെ കടന്നു വന്നവർ മുഴുവനും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ചില സഹോദരങ്ങൾ റബ്ബല്ലാത്തവരോട് ചോദിക്കുന്നുണ്ട്, അറിവില്ലായ്മയാണ്. ന്യായം പറഞ്ഞതല്ലോ നിന്നിലെ സാധാരണക്കാരായ ഞങ്ങളെ അടുപ്പിക്കാനാണ്. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, അതുകൊണ്ട് പടച്ചോനിലേക്ക് എളുപ്പം അടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് മീഡിയേറ്റർമാരായി, മധ്യവർത്തികളായി നബിമാരെ വേണമെന്ന്, പ്രവാചകന്മാര് ഔലിയാക്കളെ വേണമെന്ന് വാദിക്കുന്നവരോട് മക്കാ മുശ്രിക്കുകളില്ലയോ? ലാത്തയോടും മുസ്സയോടും മനാത്തയോടും അവരെ ആരാധിച്ചത് 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 3-ാമത്തെ ആയത്തിലൂടെ കാണാം. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് കൂടുതലായി ഞങ്ങളെ അടുപ്പിക്കാനാണ്. അതിനു വേണ്ടിയിട്ടല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കണില്ല എന്നാ, പടച്ചോനിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ്. ഖുർആനിലെ 3 ആയത്ത് നിങ്ങളുടെ ശ്രദ്ധയിലൂടെ പെടുത്തി തരികയാണ്. ഒന്ന് സൂറത്ത് ബഖറ 186-ാമത്തെ ആയത്താണ്. ഈ 3 ആയത്തുകളെ എഴുതി വെക്കണേ, ഈ ആയത്തുകളെ നോട്ട് ചെയ്യണേ. സമസ്ത പരിഭാഷകളിൽ ഈ ആയത്തിന് എന്തർത്ഥം കൊടുക്കണു എന്ന് നിങ്ങൾ നോക്കണേ. സൂറത്ത് ബഖറയിലൂടെ അല്ലാഹ് പറയാണ്, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. റസൂലേ, എന്നെ കുറിച്ചെങ്ങാനും എൻ്റെ അടിമ താങ്കളോട് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണേ നബിയേ, ഫഇന്നീ ഖരീബ്, ഞാൻ വളരെ അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, വിളിക്കുന്നവരെന്നെ വിളിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്നല്ലാഹ്. അല്ലാഹു വളരെ അടുത്തുണ്ട്. ചോദിച്ചോ, അല്ലാഹു ഉത്തരം നൽകുന്നവനാണ്. നമ്മുടെ നാട്ടിലെ വിശ്വാസമാണ് ശരിയെങ്കിൽ അല്ലാഹ് എന്താ പറയേണ്ടത്? റസൂലേ, എന്നെ കുറിച്ച് എൻ്റെ അടിമ താങ്കളോട് പറയണം. അല്ലാഹ് എന്ന് പറഞ്ഞ വലിയൊരു പ്രതിഭാസമാണ്. നിങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് അടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അംബിയ ഔലിയാക്കള് അതുപോലെ സ്വാലിഹീങ്ങളെ മീഡിയേറ്റർമാരായി കൊണ്ടുവന്നിട്ട് വേണം, അങ്ങനല്ലേ പറയണ്ടേ. പക്ഷെ അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഫഇന്നി ഖരീബ്, ഞാൻ വളരെ അടുത്തുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, വിളിക്കുന്നവരെന്നെ വിളിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്നല്ല. അടുത്ത ആയത്ത് സൂറത്തു ഗാഫിറിലെ 60-ാമത്തെ ആയത്ത്, വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ രക്ഷിതാവിതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. 3-ാമത്തെ ആയത്ത് 50-ാമത്തെ സൂറത്തു ഖാഫ് 16-ാമത്തെ ആയത്ത് അല്ലാഹ് പറയാണ്, വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചവൻ നാമാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലെ എനിക്കറിയാം. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, അവന്റെ നാടിഞരമ്പുകളെക്കാളും ഞാൻ അടുത്തുള്ളവനാ. മനുഷ്യരെ, നിങ്ങളുടെ നാടിഞരമ്പുകളെക്കാളും ഞാൻ അടുത്തുള്ളവനാണ്.
അല്ലാഹ് വളരെ അടുത്തുണ്ട്. ചോദിച്ചോ, അല്ലാഹു തആല ഉത്തരം നൽകാൻ. ഈ മൂന്നായത്ത് മുന്നിൽ വെച്ച് നിങ്ങൾ പറ, ഇനി അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ ഒരാളുടെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇനി ഖുർആൻ പറഞ്ഞ മുഴുവൻ പ്രാർത്ഥനകൾ എടുത്തു നോക്കേ. അല്ലാഹുവോടല്ലാതെ കാണൂല, അല്ലാഹുവിനോടല്ലാതെ കാണില്ല. ഖുർആൻ ഇറങ്ങിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണെങ്കിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോടോ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ടോ കൊടുത്ത കഴിവ് കൊണ്ടോ ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ ഖുർആനിലില്ല. ഒറ്റപ്പാലത്തിന്റെ മുന്നിലെ വേദി കെട്ടിയിട്ട് വെറുതെ പറഞ്ഞതാണോ? സ്വീകാര്യന്മാരായ ഉസ്താദ്മാരോട് ചോദിച്ചു നോക്കാ. അവരുടെ കയ്യിൽ നിങ്ങൾ ഖുർആൻ കൊടുത്തോ? ഒരു പേജ് കൊടുത്തോ? പേന കൊടുത്തോ? എന്നിട്ട് നിങ്ങൾ ചോദിക്കുക, ഈ ഖുർആനിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോടോ ഹഖ് ജാഹ് ബറക്കത്തുണ്ടോ കൊടുത്ത കഴിവുണ്ടോ ഒരു പ്രാർത്ഥനയുണ്ടോ? ഖിയാമത്ത് നാൾ വരെ കാണിച്ചു തരാൻ കഴിയില്ല. മറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിലുള്ള പ്രാർത്ഥന മുഴുവൻ അല്ലാഹുവോട് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربي ابن لي عندك بيتا في الجنة ونجني من فرعون وعمله وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين قال ربي انصرني بما كذبون سبحانك فقنا عذاب النار فاتي بكر آل عمران نساء مائدة أنما غرافا فارت ويونس يوسف رعد إبراهيم നീണ്ടു കിടക്കുന്ന ഖുർആനിന്റെ 114 അധ്യായങ്ങളിലൂടെ മറിച്ചു നോക്കിക്കോ. 160-ലധികം വരുന്ന പ്രാർത്ഥനകളുണ്ട്. മുൻകഴിഞ്ഞ നബിമാരോടില്ല, ഹഖ് ജാഹ് ബറക്കത്തോണ്ടില്ല, കൊടുത്ത കഴിവോണ്ടില്ല. ഇനി ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്തോ. വീട്ടിലേക്ക് കയറുമ്പോ, വീട്ടിൽ നിന്നിറങ്ങുമ്പോ, പുതുവസ്ത്രം ധരിക്കുമ്പോ, ഇടിമിന്നൽ ഉണ്ടാകുമ്പോ, ക്ഷുദ്രജീവികളുടെ ആക്രമങ്ങളെ ഭയപ്പെടുമ്പോ, കടക്കണിയിലൂടെ കുടുങ്ങുമ്പോ മുഴുവൻ പ്രാർത്ഥനകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടാണ്. ഖുർആൻ പറഞ്ഞതൊക്കെ അല്ലാഹുവിനോട്. റബ്ബി റബ്ബന അല്ലാഹുമ്മ എന്നല്ലാതെ ഒരു പ്രാർത്ഥന കാണില്ല. പിന്നെ എങ്ങനെയാ തകരാറ് പറ്റിയത്? നമ്മൾ എവിടെന്നറിയോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറയും. നമ്മ കുട്ടീനെ ഇങ്ങനെ തൊട്ടിലാട്ടി കൊടുക്കുക അല്ലേ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറല്ലാഹ് അങ്ങനെ പറഞ്ഞ താരാട്ടുണ്ട്. ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുന്ദരായിട്ട് ഇങ്ങനെ ദിക്റും ചൊല്ലി താരാട്ട് പാടി തൊട്ടിലാട്ടി കൊടുക്കുന്നതിനിടയിലെങ്ങാനും കുട്ടിയുടെ തല തൊട്ടിൽ നിന്ന് പുറത്തേക്ക് വീണാൽ അപ്പ വിളിക്കുന്ന ബദരീങ്ങളെ. അതുവരെ പറഞ്ഞതാരെയാ? അതുവരെ പറഞ്ഞതാരെ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാപത്ത് വന്നപ്പോഴോ അള്ളാന്റെ പടപ്പിലേക്ക് അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, ഒരടിമക്ക് അല്ല പോരെ, ഒരടിമക്ക് അല്ല പോരെ. എന്റെ പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ആരെ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുർ റബ്ബാനിയുടെ പഴയ പ്രിന്റ് കിതാബ് 153 കാണാ, പുതിയ പ്രിന്റിൽ 123 കാണാ. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്? വഫീ ഖൽബിക കം ഇലാഹ, നിന്റെ മനസ്സിൽ എത്രയെത്ര ആരാധന്മാരാണ്. കുല്ലു ശൈഉൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ്, എല്ലാ വസ്തുക്കളും അല്ലാഹനെ കൂടാതെ അതിലേക്ക് അവലംബിക്കുമ്പോ, അതിലേക്ക് ആശ്രയിക്കുമ്പോ, വഹുവ സനമുക, അത് നിന്റെ വിഗ്രഹമാ. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മാ ശിർകുൽ ഖൽബ്, ഹൃദയത്തിലൂടെ ശിർക്ക് വെച്ചുകൊണ്ട് നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് നിനക്ക് ഉപകാരപ്പെടൂല എന്ന് പറഞ്ഞത് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മാത്രം പോരാ, ജീവിതത്തിൽ ഉണ്ടാവണം. എത്ര ആളുകളാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റൊക്കെ ചൊല്ലും, ആപത്ത് വരുമ്പോൾ റബ്ബല്ലാത്തവരിലേക്ക് തിരിയുക. നമ്മൾ വിചാരിക്കും ഖുർആൻ ഇത്ര വ്യക്തമായി പറഞ്ഞിട്ട്, ഹദീസ് ഇത്ര വ്യക്തമായി പറഞ്ഞിട്ട്, ലോകത്തിൽ അംബിയാ മുർസലുകൾ ഇങ്ങനെ ജീവിച്ചിട്ട് ബദരീങ്ങൾ പോലും തേടിയത് അല്ലാഹുവിനോടായിരിക്കെ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ തിരിയാനുള്ള കാരണം എന്നറിയോ?
അള്ളാന്റെ ദീനിലെ പുതിയ ആചാരങ്ങൾ കൊണ്ടുവന്നവരാണ്. അതുകൊണ്ട് ഞാൻ ആണയിട്ട് പറയാം, പഠിക്കുന്നവരോട് മിനിമം ഒരു ആൻഡ്രോയിഡ് ഫോണെങ്കിലും കയ്യിലില്ലാത്തവരാരും ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, എഴുതി വെക്കാം, സത്യമാണോ എന്ന് പരിശോധിക്കാം. ഇത് പരലോകത്തിന് വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, എന്നാണോ ദീനിൽ പുത്തൻ ആചാരങ്ങൾ കടന്നു വരാൻ തുടങ്ങിയത്, അവിടെയാണ് തകരാറുണ്ടായത്. അത് അധാർമികതകളിലേക്ക് വരെ വഴിവെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഇസ്ലാമിലെ ഖബർ സിയാറത്തിന്റെ സുന്നത്താണ്, നല്ല കാര്യം. പക്ഷെ ആളുകൾ അതിനെ കൊണ്ടുവന്ന് ഉത്സവമാക്കി മാറ്റി. ഇന്ന് മൊയ്ലിയന്മാർക്ക് പോലും കൈ കിട്ടാത്ത അവസ്ഥയ്ക്ക് വന്നില്ലേ? ഇല്ലേ? ഇന്ന് ഫെസ്റ്റുകളാക്കി മാറ്റി. മക്കാം ഉറൂസുകളൊക്കെ ഫെസ്റ്റുകളാക്കി മാറ്റി. ഇന്നലെ കഴിഞ്ഞ ദിവസം വെമ്പേനാട് ഉറൂസാൻ ഷെയ്ഖിന്റെ ആണ്ട് നേർച്ചയാണ്. ആണ്ട് നേർച്ചയൊക്കെ മാറിപ്പോ ഇതെങ്ങനെങ്കിലുമൊക്കെ അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്ന് മൊയ്ലിയന്മാർക്ക് വരെ കൺട്രോൾ ഇല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ധീര മക്കളാണ്. എന്താ ചെയ്തതെന്നറിയോ? ആനപ്പുറത്ത് കയറിയിരുന്ന ഒരു പെണ്ണാണ്. തല പോലും മറച്ചിട്ടില്ല, ഒരു ഷോൾ ഇങ്ങനെ കഴുത്തിലിട്ടിട്ട് ആനപ്പുറത്ത് ഇങ്ങനെ കയറിയിരിക്കുക. നിങ്ങൾ ആലോചിച്ചൊക്കെ എവിടേക്കാണ് ഇതൊക്കെ കൊണ്ടുപോണേ? ആളുകളുടെ ജീവിതമൊക്കെ എവിടേക്കാണ്? ഒരു കാലത്ത് മക്കാമാണ്, ഉറൂസ. ഞങ്ങൾ ഇതിനൊന്നും ഭാഗമാക്കില്ല. ഈ ആനകളൊക്കെ മുസ്ലിം ആനകളാണ്. ഇപ്പൊ എന്റെ തറവാട്ടിൽ 2 ആനയുണ്ട്, എന്റെ ളാപ്പാന്റെ കയ്യിൽ. മുപ്പര് നമ്മളെ വിചാരിക്കണ ലെവലൊന്നല്ല. പക്ഷേ ആനയുടെ പേരെന്താ അറിയാം? ഞങ്ങളുടെ തറവാട്ടും പേര് കിഴക്കേതിലാണ്, പക്ഷെ ആനയുടെ പേര് പുതുശ്ശേരി വിജയൻ എന്നാണ്. അപ്പോ അമ്പലത്തേക്ക് ഉത്സവത്തേക്കൊക്കെ പോകാൻ വേണ്ടി ആന. നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മളൊക്കെ ചില ആളുകളൊക്കെ ഈ മാർഗത്തിലൊക്കെ ഇങ്ങനെ നടക്കുന്ന ആളുകള് മൊയ്ലിയന്മാര് പറയുന്നു ഞങ്ങൾ അംഗീകരിക്കണവരല്ല എന്നൊക്കെ പറയും. വേദനയോട് നിങ്ങളോട് പറയാ, നിങ്ങളുടെ ശാലിയാത്തിയുടെ പുസ്തകങ്ങളെ ഉറൂസുകളിലൂടെ വെടിമരുന്ന് പോലും അനിവാര്യമാണെന്നും അവിടെയുള്ള കീടങ്ങളൊക്കെ ചത്തുപോകാനാണെന്നും നിങ്ങൾ എഴുതി വെച്ചവരാണ്. പണ്ഡിതന്മാരെന്ന് പറയുന്ന നിങ്ങൾ എഴുതി വെച്ചവരാണ്. അന്ന് അതിനെ എതിർത്ത മുജാഹിദിന്റെ പണ്ഡിതന്മാരോട് നിങ്ങൾ വഹാബികളാണ്, തീവ്രവാദികളാണ്, നിങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചവരോട്, പ്രിയമുള്ളവരെ, ആന എന്ന് പറയുന്നത് ഉത്സവത്തിലൂടെ കൊണ്ടു നടക്കുന്ന ആന നേർച്ചകളിലൂടെ കടന്നു വരുമ്പോ തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോ കൊളത്തൂരുകാരൻ സഖാഫി ചോദിച്ചത്, ആന ഹറാമാണോ? ആനക്കെന്താ കുഴപ്പമുള്ളത് എന്നാ നിങ്ങൾ ചോദിച്ചത് എങ്കിൽ ഈ ആഴ്ചയിൽ ഇന്നലെ നടന്ന അനുഭവങ്ങൾ വരെ മുന്നിൽ വെച്ച് നിങ്ങളോട് പറയാ. ചാവക്കാടിന്റെ വെമ്പേനാടിന്റെ ആണ്ട് നേർച്ച മാറ്റി ഫെസ്റ്റ് എന്നോ നാട്ടുത്സവം എന്നോ ഉറൂസ് എന്നോ ഏത് പേര് നിങ്ങളെ വിളിച്ചാലും അള്ളാന്റെ പള്ളിയില് ജുമഅക്ക് വേണ്ടി കടന്നു വരുന്ന പെണ്ണിന് ഉള്ളിന്റെ ഉള്ളാണുത്തമം എന്ന് പറഞ്ഞ് ഒരു കയ്യിൽ മടക്കി പിടിച്ച പായും മറുകയിൽ ലൊക്കത്ത് വെച്ച കുഞ്ഞുമായി പാതിരാത്രി 12 മണിക്ക് 1 മണിക്ക് പാതിരാവാദന വരുന്നത് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവരെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് നിങ്ങൾ അവരുടെ അരയാഭരണങ്ങൾ, മാലകൾ, പാദസ്വരങ്ങൾ നിങ്ങൾക്ക് അവിടെ ആവശ്യമായിരുന്നു എന്ന് യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ പിന്നിൽ. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു വന്നിട്ട് പ്രിയമുള്ളവരെ മജ്‌ലിസുൻ നൂറിലും മഹ്ലറത്തുൽ ബദരിയക്കും നിങ്ങൾക്ക് വേണം. നട്ടുച്ചക്കല്ലാന്റെ പള്ളിയിൽ കടന്നു വന്നാൽ അത് ഫിത്നയാണെന്ന് നിങ്ങൾ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഉറൂസുകളിലൂടെ കൊണ്ടുവന്ന് മഹിളാരത്നങ്ങൾ കയറി വന്നത് ആനപ്പുറത്ത് കയറിയിരുന്ന് ഷോളണിഞ്ഞ് വെമ്പേനാടിന്റെ മണ്ണിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലാണ് ഒരു മനുഷ്യന് 2 ദർഗയുണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ട ടി.പി. അങ്ങാടിലെ യാഹൂ തങ്ങൾ ഉപ്പാന്റെ ദർഗ. ആ ദർഗയുടെ ഉറൂസ് നടന്നത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളാണെങ്കിൽ അവിടെയും അഴിഞ്ഞാടി നടക്കുന്നവരാരാണ്? പഴത്തിന്റെ ചീരണിക്ക് വേണ്ടി ആണും പെണ്ണും ഇടകലർന്ന് തല്ലുകൂടിയവരാരാണ്? കഴിഞ്ഞ വർഷത്തെ ആണ്ട് നേർച്ചയിലാണ് ഒരാന ഒരുത്തരെ കുത്തിക്കൊന്ന് തീരുമാനമാക്കിയത് എന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഇങ്ങനെ നീണ്ടു കിടക്കുന്നവര് മണത്തലയുടെ നേർച്ചക്ക് മുമ്പിലാണ്. അറിയോ നിങ്ങൾക്ക്? കത്തുന്ന കർബല എന്ന് പറയുന്ന പാട്ട് വെച്ച് ആൺകുട്ടികളുടെ ദഫിനിടയിൽ ഒരു താത്ത വന്ന് ദഫിന്റെ താളം പിടിച്ചപ്പോ ചാടിക്കളിച്ചപ്പോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? അങ്ങ് കർബലയുടെ മണ്ണില് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയുടെ മകൻ ഒരു തുള്ളി ദാഹജലമില്ലാതെ ഷഹർബാന്റെ തോളത്ത് കിടന്ന് തൊണ്ടക്കുടിയിലൂടെ അമ്പലറച്ച് പടഞ്ഞു മരിച്ചു എന്ന് പാട്ടുപാടി നിങ്ങൾ ചാടിക്കളിച്ചപ്പോ എവിടെയാ പ്രിയമുള്ളവരെ? ഇന്ന് ഉസ്താദുമാരുടെ കയ്യിലെ നിയന്ത്രണങ്ങളില്ല. സമൂഹത്തെ കൊണ്ടുപോയതാണ്. ദീന നിൽക്കേണ്ടിടത്ത് ദീന നിൽക്കണമായിരുന്നു, പഠിപ്പിക്കേണ്ടിടത്ത് പഠിപ്പിക്കണമായിരുന്നു. മുസ്ലിം പെണ്ണിന് പള്ളി അല്ലാഹു അനുവദിച്ചു കൊടുത്തപ്പോ അതിന്റെ അദബ് പറഞ്ഞു, അതിന്റെ മര്യാദ പറഞ്ഞു. കൃത്യമായ വസ്ത്രവിധാനമില്ലാതെ മൂടുപടങ്ങളെ താത്തിയിട്ടിട്ടല്ലാതെ അള്ളാന്റെ പള്ളിയിലേക്ക് നിങ്ങൾ വരണ്ട. അടിച്ചു വീശുന്ന സുഗന്ധമായി അള്ളാന്റെ പള്ളിയിലേക്ക് നിങ്ങൾ വരണ്ട.
പ്രിയമുള്ളവരെ, അത് അല്ലാഹുവിന്റെ റസൂൽ തടുക്കുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചിട്ടയോടെ, മര്യാദയോടെ, അതബോടെ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വരാൻ അനുവാദമുണ്ട് എന്ന് പഠിപ്പിച്ച അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പോലും അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ അവരെ നിങ്ങൾ തടുക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്നുള്ള ഓഹരി നിങ്ങൾ തടയല്ലേ. അല്ലാഹുവിന്റെ അഭയാർത്ഥികളായ സ്ത്രീകള് പള്ളികളിൽ നിസ്കരിക്കുന്നത് നിങ്ങൾ തടയാൻ പാടില്ല. ഇതേ മുജാഹിദീർ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞെന്തെന്നറിയോ? ഇസ്ലാമിലുള്ള ആചാരങ്ങൾ നിങ്ങൾ മുന്നിൽ വെക്കും. ഇസ്ലാമിനൊരു കേടുപാട് സംഭവിക്കില്ല. അള്ളാഹു ഇല്ലാത്തവരോട് ഒരു തേട്ടവും വരൂല്ല. ഞാൻ ആ മർമ്മ വിഷയത്തിലേക്ക് വരാൻ. സുന്നത്തിലെ അള്ളാഹു ഇല്ലാത്ത ആരോടുമുള്ള തേട്ടം കാണാൻ പറ്റില്ല. പക്ഷെ എവിടെയാണോ ബിദഅത്ത് കടന്നു വന്നത് അവിടെയാണ് റബ്ബില്ലാത്തവരോടുള്ള തേട്ടം ഉണ്ടായി. വാശി മാറ്റിവെക്ക്, വൈരാഗ്യങ്ങളെ മാറ്റിവെക്ക്. സമസ്ത മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി ഭേദമില്ലാതെ എല്ലാവരും പള്ളി പോയി. ഞാൻ ഇസ്ലാമിന്റെ സുന്നത്താട്ടോ പറയണേ. നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി എല്ലാവരും എന്തേ പറയുള്ളൂ? അല്ലാഹു അക്ബർ. ഇസ്ലാമിന്റെ സുന്നത്ത് അങ്ങനെയാ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി അലി അല്ലാഹുമ്മ ബാഇദ ബൈനി. ഹനഫി മദ്ഹബുകാരന്റെ തല ആണെങ്കിലും എല്ലാവരും ചോദിച്ചത് ആരോടാ? അല്ലാഹുവിനോടാ. ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരമാവട്ടെ, മറ്റു ആരാധനാ കർമ്മങ്ങളാവട്ടെ, ബലികർമ്മങ്ങളാവട്ടെ, ജീവിതമാകട്ടെ, മരണമാകട്ടെ, അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനുള്ളതാണ്, അല്ലാഹുക്കുള്ളതാണ്. മൊയ്തീൻ പോത്തില്ല, ബദരീങ്ങളുടെ ആടില്ല, മമ്പുറത്തെ കോഴിയില്ല. അവിടെ പറഞ്ഞു വനുസ്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം അല്ലാഹുവിനാണ്. സുന്നത്ത് എങ്ങനെയാണ്? അത് കഴിഞ്ഞിങ്ങനെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, ആട്ടിയോടിക്കപ്പെട്ട പിശാചിന്റെ ശർറിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലാഹ്, ശപിക്കപ്പെട്ട ശൈത്താനിന്റെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. അല്ലാഹ്, സമസ്തക്കാരൻ ചോദിച്ചത് അല്ലാഹുവിനോട്, സലഫി ചോദിച്ചത് അല്ലാഹുവിനോട്, ജമാഅത്തുകാരൻ ചോദിച്ചത് അല്ലാഹുവിനോട്, തബ്ലീഗുകാരൻ ചോദിച്ചത് അല്ലാഹുവിനോട്. ഇസ്ലാമിലെ സുന്നത്തിലെ മാറ്റമില്ല. പക്ഷെ നിസ്കാരം കഴിഞ്ഞു പള്ളിയിലെ ഇശാ ജമാഅത്ത് പറഞ്ഞിട്ട് പറഞ്ഞത് അന്ന് മജ്‌ലിസുൻ നൂറുണ്ട്, മഹ്ദറത്തുൽ ബദരിയുണ്ട്. ഈ രണ്ടിലും നിങ്ങൾ തേടിയതാരോടാണ്? ഈ കെ സമസ്തക്കാര് മജ്‌ലിസുൻ നൂർ കൊണ്ടുവന്നപ്പോ അതിന് പകരം അതേ സ്ഥാനം പേരുമാറ്റി ഏപ്പിക്കാര് കൊണ്ടുവന്നതാണ് മഹ്ദറത്തുൽ ബദരിയ. എന്നിട്ട് അവര് ചോദിച്ച ആരോടാ? ദാഹം ഔത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും, നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ ചുണറബ്ബനാ. മരിക്കുന്ന നേരത്ത് ഇബ്ലീസ് വെള്ളം കൊണ്ടു തരുമ്പോ ബദരീങ്ങളുടെ കാവല തരണേ അല്ലാഹ്. അപ്പൊ പടച്ചോന്റെ പണി എന്താ? ബദരീങ്ങളുടെ കാവൽ കൊടുത്തു കൊടുക്കല. മരിക്കണ നേരത്ത് ഇബ്ലീസ് വെള്ളം കൊണ്ടുവരുമ്പോ ബദരീങ്ങളുടെ കാവല് തരണേ. മറ്റോൻ ജവാബ് പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ പറഞ്ഞു ആ ജവാബും മുറിക്ക് നിന്നോ താളം തെറ്റൂല. പാവങ്ങൾക്ക് അറിയാത്തോണ്ട്. കാരണം എന്താ അറിയോ? ഈ മൗലൂദ് ഓതുമ്പോഴൊന്നും അർത്ഥം അറിയില്ല. അത് മലയാളാണെങ്കിലും ശരി, അറബിയാണെങ്കിലും ശരി, തമിഴാണെങ്കിലും ശരി, ഇവരെ അറിയില്ല. ഈ മങ്കൂസ് മൗലൂദാണ് പള്ളിയിൽ കൂടുതലും ചെല്ലുക. അപ്പൊ അതിൽ രണ്ടാമത്തെ ഇക്കായത്തില് ഫഖാല ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് മാലുഹു ഇങ്ങനെ പറയുന്നുണ്ട്. ആളുകൾ ഫഖാല ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് റളിയല്ലാഹു അൻഹു എന്നിട്ട് അങ്ങനെ പറയാ. സത്യത്തിൽ ഈ ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് പറഞ്ഞ അമ്പലത്തിലെ പൂജാരിന്റെ പേരാണ്. അറബി കണ്ടപ്പോ ഇവരൊക്കെ വിചാരിച്ചത് സ്വഹാബി ആയിരിക്കും. ചൊല്ലിക്കൊടുക്കണോ വരെ എന്താ പറയുന്ന അറിയോ? റളിയല്ലാഹു പറഞ്ഞിട്ട് ചൊല്ലിക്കൊടുക്കുക. സഹീ തനക്കസ്ത മത്ലൂബം ഫമാദാക കുല്ലനാ ഫമിൻ ഹുസൈനിനാ ഖദ്ദറത്തിൽ ബിസുഹബി സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയതി. എന്നങ്ങനെ മുറിച്ച് മുറിച്ച് ചെല്ലുണ്ടല്ലോ. അപ്പോ ഫമിൻ ഹുസൈനിനാ ഖദ്ദറത്തിൽ ബിസുഹബി സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയതി. എന്നങ്ങനെ മുറിച്ച് മുറിച്ച് ചെല്ലുണ്ടല്ലോ. അപ്പോ ഫമിൻ ഹുസൈനിനാ ഖദ്ദറത്തിൽ ബിസുഹബി സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയതി.
ഈ ഉസ്മാൻ ബിൻ ഹുവൈരിസ് പൂജാരി പറയുന്ന ഡയലോഗ് അതേ, ബിംബമേ നീ എന്താ വീണ് കിടക്കണേ പള്ളിയുടെ മീനാർത്തി കൂടെ, ബിംബമേ നീ എന്താ വീണ് കിടക്കണം. അപ്പൊ മറ്റും സ്വലാത്തും തസ്ലീമും. റസൂല് ജനിച്ചപ്പോ വിഗ്രഹം വീണെന്ന് പറയുന്ന പറയുമ്പോൾ മുഴുവനായിട്ട് പറയാ, ഇതിങ്ങനെ തുണ്ടം പറഞ്ഞിട്ട് ബിംബമേ നീ എന്താ വീണ് കിടക്കണേ സ്വലാത്തും തസ്ലീമും വസക്കാത്തഹിയത്തി. അപ്പൊ ഈ ചെല്ലണോന് മിക്കതും അർത്ഥം അറിയാത്തോണ്ടാണ്. അപ്പം പറയും മറ്റൊപ്പം നബിയോട് രക്ഷിക്കണോടത്തും നബിയെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, നബിയെ പാപം പൊറിച്ചു തരണേ. അപ്പൊ മറ്റും പറയാണ് ഹസ്ബി റബ്ബി ജല്ല, എനിക്ക് അല്ല മതി, മാഫി കൽബി എന്റെ മനസ്സിൽ അല്ലല്ലാണ്ട് ആരുമില്ല, ഹക്ക് നീ പഠിച്ചോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഈ പറയണോന്ന് ഇതിന്റെ അർത്ഥം അറിയാത്തതിന്റെ അപകടം നല്ല ഉണ്ട്. മജ്ലിസുൻ നൂറിൽ പറയുന്ന വാക്കെന്താണ്? ബദരീങ്ങളുടെ കാവല് മരിക്കണ നേരത്തെ തരണേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിസ്കാരത്തിൽ എന്താ പറഞ്ഞ? അഊദു ബില്ലാഹി. സുന്നത്തിൽ എവിടെയും തകരാറ് പറ്റൂല. മജ്ലിസുൻ നൂർ തെറ്റാണെന്ന് പറയാ, ആരോട് തേടണമെന്ന് പഠിക്കാൻ അല്ലാഹുവിന്റെ ഖുർആനിൽ നിങ്ങൾ അറിയുന്ന എല്ലാവരും അറിയുന്ന സൂറത്തില്ലയോ? ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യ മനസ്സിലെ ദുർമന്ത്രം നടത്തി പിന്മാറിക്കളയുന്ന ശൈത്താനിന്റെ ഷർറിൽ നിന്ന് ജനങ്ങളുടെ രാജാതിരാജനായ, ജനങ്ങളുടെ ആരാധ്യനായ, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ് നിന്നോട് കാവല് ചോദിക്കുന്നു. അല്ലാഹ്. അപ്പൊ ഖുർആൻ പറഞ്ഞത് ആരോടാ? അല്ലാഹുവിനോട് അല്ലേ? അപ്പൊ നിസ്കാരത്തിലെ സുന്നത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അല്ലാഹുവിനോട് തേട്ടമില്ല. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയുമെന്നാണ്. ലോകത്തിന്റെ നിയന്ത്രണം, അതിന്റെ കൺട്രോൾ രക്ഷിതാവ് അല്ലാഹുവാണ്. കോഴിക്കോട് ചിറ്റടിമയത്തിൽ അബൂബക്കർ മുസ്ലിയാരില്ല, കുത്തുബുൽ അഖ്താബില്ല, ഔസുൽ അഅ്ലമില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിനക്കറിയോ മനുഷ്യരോടൊപ്പം എന്ന് പറഞ്ഞിട്ടൊരു കേരള യാത്ര നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പിന്നാലെ വേറൊരു യാത്ര നടക്കുന്നുണ്ട്. ഇവര് മനുഷ്യരോട് അപ്പ അല്ല എന്ന് പറഞ്ഞിട്ട് നൗഷാദ് അക്സനി പറഞ്ഞ ഒരാൾ ഫോണെടുത്തൊക്കെ ഇങ്ങനെ ചൂലും കൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്താ അറിയോ? അവരുടെ അഭിപ്രായ പ്രകാരം പേരോട് സക്കാഫിയൊക്കെ മുജാഹിദ് ആവണമെന്നാണ്. അപ്പൊ ഞങ്ങൾ മുജാഹിദ് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി കണഞ്ഞു നോക്കിയിട്ട് ഇവര് പറയുന്നത് CM മടവൂർ ലോകം നിയന്ത്രിക്കുന്നു സ്ഥാപിക്കാൻ. CM മടവൂർ എന്ന ഷെയ്ഖ് വഴിയല്ലാണ്ട് സ്വർഗ്ഗമില്ല. മറ്റൊരു പറയുന്നത് എന്താ വെച്ചാൽ CM മടവൂരിനെ റസൂലിനോട് ബദരീങ്ങൾക്ക് മുകളിലാണെന്ന് പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് പേരോട് പറയുമ്പോൾ പറയും അങ്ങനെ തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ന്യായീകരിക്കാൻ. അങ്ങനെ പറയുമ്പോൾ വെച്ചാൽ മൗലൂദിന്റെ ഉള്ളുകള്ളികളൊക്കെ നൂഹ് നബിയുടെ കപ്പല് കൊണ്ടുവരുന്നത് മൊയ്തീൻ ഷെയ്ഖാണെന്നൊക്കെ പറയുന്ന വരിയുണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ഇവിടെ ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂർ ാണെന്ന് വാദിക്കാൻ ശ്രമിക്കുന്നവരെ, ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്ന അദ്ദേഹം എന്ന് പറയുന്നവര്, അദ്ദേഹത്തിന്റെ ചുമരിലെ ഫോട്ടോയിലെ കൃഷ്ണമണി ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കാൻ, എല്ലാം അങ്ങനെ കൺട്രോൾ ചെയ്യാൻ. 2 ആഴ്ച ആയിട്ടില്ലേ മടവൂര് മക്കാമിലെ പെട്ടി ഒരുത്തൻ ചൂണ്ടിയുണ്ടായി. നേർച്ചപ്പെട്ടി ഒരുത്തൻ അടിച്ചോണ്ടായി. ഞാൻ ചിന്തിക്കുന്നവരോടാ പറയുന്നത്, കാണാനില്ലേ? CC ക്യാമറയിൽ പോലും കാണില്ല. CC ക്യാമറ അങ്ങനെയാണ് ചില സമയത്ത് അല്ലേ? ഞാൻ വർക്ക് ചെയ്യണ ഇവിടുത്തെ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ 37ഓളം CC ക്യാമറ. റോബസ്റ്റിന്റെ വലിയൊരു കൊല കാണാതെ പോയി, റോഡ് സൈഡ് നിൽക്കണേ. അപ്പൊ ഞങ്ങളിങ്ങനെ CCTV ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ കള്ളം വരണതൊന്നും കാണാനില്ല, പക്ഷെ ഒരു കൊല ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, ആളെ കാണാനില്ല. അങ്ങനെ കൊല തോളത്തിട്ടിട്ട് ഇങ്ങനെ പോണത് കാണുള്ളൂ. കാരണം ഇപ്പുറത്ത് കൂടെ ചാടി വന്നിട്ട് കൊല വെട്ടി ഇങ്ങനെ പോകണം. അപ്പൊ CC ക്യാമറക്ക് പോലും എന്തുണ്ട്, ചില പരിമിതിയുണ്ട്. ഞങ്ങളാലോചിക്കുക CM മടവൂരിലെ പെട്ടി കാണാനില്ല. ലോകം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞ നോക്കണേ, ഫ്ലൈറ്റിന്റെ കൺട്രോൾ പോലും CM മടവൂര് മലർന്നു കിടന്നിട്ടാണ്. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവരോട് നീ ചൊല്ല. അതെ അത് മടവൂരാണ്, ഞങ്ങളെ പടച്ചോന് മടവൂരാണ്. നമ്മളെ മനസ്സ് വേദനിച്ചില്ലേ ഈ പാട്ട് ഇറങ്ങിയത്? ഞാനൊരു വിഷയം പറയാം. ഈ പാട്ട് ആദ്യത്തെ ക്ലിപ്പ് കിട്ടിയപ്പോ അന്ന് ഞാന് പ്രസംഗത്തിന് പോണതിന് മുമ്പ് കാസർഗോഡ് ജില്ലയുടെ കണ്ണൂരിന്റെ ബോർഡറിലാണ്. അപ്പോ കാഞ്ഞങ്ങാട് ഭാഗത്ത് ആ പ്രസംഗത്തിന് പോണതിന് മുമ്പ് ഞാൻ വെറുതെ വീട്ടിൽ നിന്ന് കേട്ട് വെറുതെ ഇങ്ങനെ പാടിയതാണ്. എന്റെ ഉമ്മ എന്നോട് ചൂടായി, മര്യാദക്ക് മുണ്ടാണെന്നോളാം. കാരണം ഡൈജസ്റ്റ് അല്ലേ സാർ, ഞങ്ങൾ പറയുമ്പോ നമ്മൾ ഒരാൾ പറഞ്ഞതാണ്, നമുക്ക് അത്രമേൽ സഹിക്കൂല. എന്തുകൊണ്ടാണ് മടവൂര് പടച്ചോരാൻ 10 ഘട്ടമായി ഇവരവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ
അതും തീർന്നിട്ടില്ല. ഇപ്പൊ പുതിയത് അതേ ഉസ്താദുമാര് വീണ്ടും രംഗത്ത് വന്നു. അള്ളാന്റെ അർശിന് മുകളിലാണ് CM മടവൂർ എന്ന്. പ്രിയമുള്ളവരെ 37 ലക്ഷം ഭൂമി ഉൾക്കൊള്ളുന്ന സൂര്യൻ ഉണ്ടെങ്കിൽ ആ സൂര്യൻ നോക്കേ, 13.5 ലക്ഷം ഭൂമി ഉൾക്കൊള്ളുന്നത് സൂര്യന്റെ ഉള്ളിൽ കൊള്ളുമെങ്കിൽ ആ സൂര്യനാവട്ടെ മിൽക്കി വേ ഗാലക്സിയില് ക്ഷീരപഥത്തില് പൊട്ടുപോലെ കാണപ്പെടുന്നതാണെങ്കിൽ ആ അങ്ങനത്തെ ശതകോടി ഗാലക്സികളാണ് ഒന്നാം ആകാശത്തുള്ളതെങ്കിൽ അതിനും വലുതാണ് 2എങ്കിൽ അതിനും വലുതാണ് 3എങ്കിൽ ഏറ്റവും വലിയ 7ാം ആകാശത്തിന് മുകളിൽ അർശിനും കുർസിക്കും മുകളിൽ ഉപവിഷ്ടനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുകളിലാണ് CM മടവൂർ എന്ന് നിങ്ങൾ വരികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ എവിടേക്കാ നിങ്ങൾ ഈ വാദം കൊണ്ടുവന്നത്? അല്ലാഹു ജല്ല വഅല, അല്ലാഹു തആല എന്ന് നമ്മൾ പറഞ്ഞ ഏറ്റവും ഉന്നതൻ ഞങ്ങളുടെ റബ്ബാണ് അല്ലാഹുവാൻ. ഞാൻ ഈ വാദഗതിക്കൊന്നും പറയുന്നില്ല. ഇതിന്റെ കാറ്റ് മുഴുവൻ അഴിച്ചുവിടാൻ ബുദ്ധിയുള്ളവനെ നേർച്ചപ്പെട്ടി പോയത് മാത്രം മതി. ഇവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ നിങ്ങളോട് പറയാനുള്ള ഒരു വാക്കെന്നറിയോ? ഈ പറയുന്ന ഉസ്താദുമാര് ഏത് വലിയ ഉന്നത ബിരുദധാരിയായ സഖാഫിയാവട്ടെ, അഹ്സനിയാവട്ടെ, ഇനി ബുഖാരിയാവട്ടെ, ആര് തന്നെയാണെങ്കിലും സൗദി അറേബ്യയിലെ കഫീലിന്റെ അടുത്ത് പോയി പറയാ, കഫീലെ ലോകമൊക്കെ നിയന്ത്രിക്കുന്നത് ആരെന്നറിയോ? ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് 6 മണ്ണിൽ മറവ് ചെയ്യപ്പെട്ട ചിറ്റടിമേത്തൽ അബൂബക്കർ മുസ്ലിയാരാണെന്ന് പറഞ്ഞാൽ ആ അറബി ചോദിക്കുന്ന മജ്നൂനിയ സഖാഫി, എനിക്ക് ഭ്രാന്തുണ്ടോ സഖാഫി? ഇത്ര കാറ്റേ ഉള്ളൂ പ്രിയമുള്ളവരെ. അതിനെ ചിന്തിച്ചൂടെ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അമർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു രോഗം നിയന്ത്രിക്കുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗം നിയന്ത്രിക്കുന്നു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രോഗം നിയന്ത്രിക്കുന്നു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രോഗം നിയന്ത്രിക്കുന്നു. പക്ഷെ കേട്ടിട്ടുണ്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മുദബ്ബിറുൽ ആലം സാനി, രണ്ടാമത് ലോകം നിയന്ത്രിക്കുന്നത് അലിയാ എന്ന് വാദിച്ചവരെ ഷിയാക്കളാണ്. ആ ഷിയാക്കളുടെ വാദമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ സുന്നത്തിലേക്ക് പോരെ. തൗഹീദ് സുരക്ഷിതമാണ്. അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ, പരമകാരുണികൻ, അങ്ങുതാ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. എന്റെ മുരീദാരും നരകത്തിയില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞ ഓവർ ഒന്നുമില്ല, ഒരു ഓവറും ഇല്ല. എല്ലാം ഇവിടെ റബ്ബാണ്. അവിടുന്ന് അല്ലാഹുവോട് പറയുന്നുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. സമസ്തക്കാരെ, ഒരു ദിവസത്തിൽ 17 തവണ അള്ളാന്റെ മുമ്പിൽ എടുക്കുന്ന പ്രതിജ്ഞയാണ്, അല്ലാ നിന്നെ മാത്രം ആരാധിക്കുന്നു, അല്ലാ നിന്നോട് മാത്രം സഹായം തേടുന്നു, അല്ലാ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങളെ സഹായം തേടുന്നു, അല്ലാ. ആയത്തിനെ വിശദീകരിച്ചത് ലോകത്തിന്റെ മുത്താണ്. ഇദാ സഅൽത ഫസ്അലില്ലാ വ ഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാ. ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവോട്, സഹായം തേടുന്നുവെങ്കിൽ അതും അല്ലാഹുവോട്. നിസ്കാരത്തിലൂടെ തൗഹീദാണ്. അല്ലാഹുവോട് പറഞ്ഞില്ല, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗ്ഗത്തിലൂടെ നയിക്കണേ അല്ലാഹ്. നിസ്കാരം കഴിഞ്ഞ് ആചാര വീട്ടിൽ കുതുബിയത്തിന് പോയപ്പോഴോ അങ്ങ് പ്രവേശിച്ച നേർമാർഗത്തിൽ ഞങ്ങളെ നയിക്കണേ ഷെയ്ഖ്. നിസ്കാരത്തിൽ അല്ലാഹുവോട്, സമയത്തിന്റെ പരിമിതി കൊണ്ട് ഓടിച്ചു പോവാ, റുക്കൂഇലും സുജൂദിലും ഇത്തിദാലും അല്ലാഹുവോട്. പ്രിയമുള്ളവരെ, എല്ലാ സുന്നത്തും അല്ലാഹുവോട്. സ്വലാത്ത് സുന്നത്ത് അല്ലാഹുവോട്. കോഴിക്കോട് നിന്നുണ്ടാക്കിയ ബിദ്അത്ത് വന്നപ്പോഴോ മുഹമ്മദ് നബിയോട്. അതുപോലെ തന്നെ ഇസ്ലാമിലെ ദിനാഘോഷങ്ങൾ അല്ലാഹുവോട്. ചെറിയ പെരുന്നാള്, വലിയ പെരുന്നാള് ഒക്കെ അല്ലാഹുവോട്. ഹാദറിന്റെ കഥ പറയുന്ന, ഇസ്മായിലിന്റെ നൊമ്പരം പറയുന്ന, ഇബ്രാഹിം നബിയുടെ ത്യാഗം പറയുന്ന ബലി പെരുന്നാളിൽ ഇബ്രാഹിം നബിയോട് ഹക്ക് ബർക്കത്തുണ്ടില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അങ്ങനെയല്ലേ പറയലേ? പ്രിയമുള്ളവരെ, ഇവരെ ദിനാഘോഷം പുതിയതുണ്ടാക്കിയപ്പോഴോ നിബിധനം വന്നു നബിയോട്, മുത്തുനബിയോട്. അങ്ങനല്ലേ ആദരവായ അവിടുന്ന് പ്രവാചകനോട്, പാപങ്ങളെ പുറത്തു തരാൻ അബ്ദുക്കൽ മിസ്കീൻ റസൂൽ, അങ്ങയുടെ പാവപ്പെട്ട അടിമ ഇതാ വന്നിരിക്കുന്നു. നമ്മൾ അല്ലാന്റെ അടിമയല്ലേ? അത് കഴിഞ്ഞ് തൊട്ടടുത്ത മാസം വന്നു റബീഉൽ ആഖിർ വന്നു, ജീലാനി ദിനം. ഉഡായിപ്പാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ? നബിദിനം നമ്മൾ പറയും നബി ജനിച്ചേനാൻ. അപ്പൊ ജീലാനി ദിനം, ജീലാനി ജനിച്ചതാണോ? അല്ല കേട്ടോ, ജീലാനി മരിച്ചതാ. എന്താ ജീലാനി ജനിച്ച ദിവസം ആഘോഷിക്കാത്തെ? അത് റമദാൻ 1-നാണ്. ഓൾറെഡി ആ മാസം ബദരീങ്ങളുടെ ആണ്ടുണ്ട്. 12 മാസത്തെ സ്കെച്ച് കറക്റ്റാൻ. നബിദിനം, ജീലാനി ദിനം, പിന്നെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ആണ്ട്, റിഫായി
ഷെയ്ഖിന്റെ ആണ്ട് ഇങ്ങനെ ഇവർ ക്രമീകരിച്ചു പോയിരിക്കുക. എന്നിട്ട് മാത്രമല്ല പ്രിയമുള്ളവരെ, ഇതിലൊക്കെ ആരോടാ തേടുക? നബിദിനത്തെ പറയും നൂഹ് നബി മുഹമ്മദ് നബിയോട് ഇസ്തിയാസ് ചെയ്തപ്പോഴാണ് രക്ഷപ്പെട്ട മങ്കൂസ് മൗലിദ്. റബീഉൽ ആഖിൽ പറയും മൊയ്തീൻ ഷെയ്ഖാണ് രക്ഷപ്പെടുത്തിയത്. അനകുന്തു മഅനൂഹിം ബി അലാ സഫീനത്തി. നബിദിനത്തിൽ പറയും ഇബ്രാഹിം നബി മുഹമ്മദ് നബി രക്ഷപ്പെടുത്തിയതാണ്. അടുത്ത മാസം റബീഉൽ ആഖിൽ പറയും മുഹമ്മദ് നബി ഒന്നല്ല മൊയ്തീൻ ഷെയ്ഖ് രക്ഷപ്പെടുത്തിയതാ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു രണ്ടുമല്ല, ഞാനാ രക്ഷപ്പെടുത്തിയതെന്നല്ല. ഏതാ വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോളാം. അപ്പൊ നബിദിനത്തിൽ നബിയോട് തേടി പിന്നെ ജീലാനി ദിനം വന്നപ്പോഴോ മലയാളത്തിലെ ആദരവായ റസൂലൊളിവേ 14 മകനായവരെ ബദാദിൽ മറപ്പെട്ടൊളിവേ ശൈഖ് മുഹിയുദ്ദീൻ തങ്ങളെ കാത്തിടണേ. അങ്ങനെ തേടി അറബിയിലെ ഒരുപാട് തേടി. ബസ്ർഫാദി നേരത്തെ പറഞ്ഞില്ലേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മനജ്ജിനിമില്ലല്ല. പിന്നെ വായ കൂടുന്നതിന് മുമ്പ് ഉത്തരം 1000 തവണ വിളിച്ചിട്ട് ഉത്തരം തിങ്കളാഴ്ച രാവിലെ 12 കാലടി വെച്ചിട്ട് ഷെയ്ഖിനെ വിളിക്കണ വിളി അല്ല ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം, മറുപടി ഒക്കെ പറഞ്ഞു. എന്നിട്ട് കുത്തുബിയത്തിൽ ജീലാനന്ദരത്തില് നിങ്ങൾ വിചാരിക്കും മൊയ്തീൻ ഷെയ്ഖിനോട് മാത്രമാണ്, അല്ലാട്ടോ. മിനൽ ജിന്നി വൽ ഇൻസി കുബറാഇഹിം വറസാഹിം, ജിന്നിലെ നേതാക്കന്മാര് ഔലിയാക്കള് അഹ്മർ വത്തംറയാത്ത് വഹസ്സൽ ലഹ്കോഷ് മൈമൂൻ هدلياد السلسوش ميمون صنك شتشكوش أبيض شمهورش زوبيا الذين آهدوا الله ونبيه سليمان عليه السلام. നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ തശ്വീഷ് പറഞ്ഞതാണ്. അല്ല, റെക്കോർഡ് ഉണ്ട്. സ്ലോയിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഞാൻ കുത്തിയിരുന്ന് പഠിച്ചതാ. നല്ലപോലെ പഠിക്കായിരുന്നെങ്കിൽ എനിക്ക് UPSC സിവിൽ സർവീസ് കിട്ടുമായിരുന്നു. നിങ്ങൾ ആലോചിച്ചൊക്കെ. പിന്നെ നിങ്ങൾ ഒന്ന് കൃത്യമായിട്ട് നോക്കി ഞാൻ പറഞ്ഞുതരാം. അഹ്മർ തംറയാത് ഹസ്സൽ ലഹ്കോഷ് മൈമൂൻ ഹദലയാദ് നസ്തലസ്തൂഷ് മൈമൂൻ സുന്നിക് ശതതഷ്കൂഷ് അബിയദ് ശംഹൂറഷ് സൗബിആ 11 ജിന്നൗലിയാക്കൾക്ക് ഫാത്തിഹ അയച്ചു കൊടുക്കുമ്പോ ജീലാനന്ദനം കഴിഞ്ഞു. അടുത്തത് ആരുടെ പേരിൽ അവരോട്? ഇന്നലെ ജനുവരി 14 കാഞ്ഞിരമുറ്റ് ഷെയ്ഖ് ഫരീദ് ഔലി ആണ്ട് നേർച്ച. വിചാരിക്കും എന്തിനാ ഇവിടെ ഒറ്റപ്പാലത്ത് വന്നിട്ട് അത് പറയണേ? കാഞ്ഞിരമുറ്റത്താണെങ്കിലും അദ്ദേഹത്തിന് ഇന്ത്യക്ക് പുറത്തും കബറുണ്ട്, അത് വേറെ ആയിക്കോട്ടെ. ഇനി ഇവിടെ തന്നെ 300-ലധികം ബ്രാഞ്ചസ് ഉണ്ട്. എല്ലാ നാട്ടിലും മകരം 1-ന് ചക്കരച്ചോറും വെച്ചിട്ട് അപ്പൊ തന്നെ പൊളിഞ്ഞില്ല. ഇസ്ലാമിലെ ഏതാഘോഷം? മലയാള മാസത്തിലുള്ള ശവ്വാൽ 1 ചെറിയ പെരുന്നാൾ, ദുൽഹജ്ജ് 10 വലിയ പെരുന്നാൾ അല്ലേ? എന്നിട്ട് ആളുകൾ ഇതിൽ ആരോടാ തേടുക? നാഗോരാണ്ടവൻ ബീരാൻ സാഹിബ് ഷാഹുല്ലമീദേ കാത്തിടണേ, കാഞ്ഞിരമുറ്റം ഷെയ്ഖ് ഫരീദ് അവർ ഔലിയ ഞങ്ങളെ കാത്തിടണേ, ഔലിയ ഞങ്ങളെ കാത്തിടണേ. അനുപല്ലവിയാ. പല്ലവി പറഞ്ഞ നമുക്ക് എല്ലാവർക്കും അറിയും. അഹദേ ഞങ്ങളുടെ കഴിവിന്റെ കഴിവുകൾ ഇവിടെ തുടങ്ങട്ടെ യാ അല്ലാഹ്, ചൊല്ലി സ്വലാത്ത് സലാമും ചൊല്ലി ഇവിടെ തുടങ്ങട്ടെ യാ അല്ലാഹ്. അല്ലേ അല്ലേ? അല്ലാഹു തആല എനിക്ക് ഹിദായത്ത് തരുന്നതിൽ വലിയ കൈ. കാഞ്ഞിരമുറ്റത്ത് ആണ്ട് ഫരീദ് ഔലിയയുടെ നേർച്ചടന്ന് ദഫിന് പാട്ട് പാടി കൊടുത്തിട്ട് അത് കഴിഞ്ഞ് കോലി കളിക്കുന്ന ടീമിനും പാട്ട് പാടി കൊടുത്ത് അവിടെ നിന്ന് വരുമ്പോ എന്റെ വാപ്പാന്റെ സുഹൃത്ത് അതേ സൗദിയിലൊക്കെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ എന്നെ വിളിച്ച് ഒരു കടയിൽ ഇങ്ങനെ കൊണ്ടുയിരുത്തി അന്നൊരു പാലുവെള്ളം ഒരു കോഴിമുട്ടൊക്കെ മേടിച്ചത് എന്നോട് പറഞ്ഞു, അള്ളാഹു നല്ലൊരു ശബ്ദം തന്നില്ല, വെറുതെ ഇങ്ങനെ വഴികേടിൽ ഇങ്ങനെ കൊണ്ടു കിടക്കണത്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് നല്ലൊരു സ്ഥാപനത്തിൽ കൊണ്ടാക്കി തരാം. പക്ഷെ അൽഹംദുലില്ലാ അദ്ദേഹം ആ പറഞ്ഞതിന്റെ കാമ്പുണ്ടെന്ന് നമുക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ട് പല വിഷയങ്ങളിലും. വളരെ മലീമസമായ അപകടകരമായ വാദങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവരാം. ജീലാനി ദിനത്തിൽ ആരോടാ തേടണേ? ഷെയ്ഖ് ഫരീദ് ഔലിയാനോടാണ് തേടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ തുടക്കത്തിൽ ആരോട്? അള്ളാനോട്. ആദ്യത്തെ പല്ലവിയൊക്കെ അള്ളാനോട് തേടി, അനുപല്ലവിയിൽ അള്ളാന്റെ ഔലിയാക്കളോടാ. കുത്തുബിയത്തിൽ അങ്ങനെ തന്നെ പ്രശ്നം. ആദ്യത്തെ വരികളൊക്കെ അള്ളാനോടാ. എന്തുകൊണ്ടെന്നറിയോ? മൊയ്തീൻ ഷെയ്ഖിന്റെ കിതാബ് നിർത്താണ് ആദ്യത്തെ വരികൾ, അതൊക്കെ അള്ളാനോടാണ്. ബാക്കി ഇവർ അദ്ദേഹത്തിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയതാ, അതൊക്കെ മൊയ്തീൻ ഷെയ്ഖിനോടാണ്. മൊയ്തീൻ ഷെയ്ഖ് എങ്ങാനും ഇങ്ങോട്ട് തിരിച്ചോ നിങ്ങളുടെ മൂക്കറിഞ്ഞോണ്ടോ? കാരണം അദ്ദേഹം പറഞ്ഞത് ഇസ്തിആസ അള്ളാനോടെ പറ്റുന്ന അദ്ദേഹത്തിന്റെ ഫുതൂൽ എന്ന കിതാബ് പേജ് നമ്പർ 136 പള്ളിയിലോദന ലക്ക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈർ നബി പാടില്ല എന്ന അതിന്റെ ആദ്യത്തെ വരി ലാ തഷ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയാന. അല്ലാത്തൊരു അതേ പദ ലക്ക അഷ്കു ലാ തഷ്കുവന്ന, ആവരാതിപ്പെടരുതെന്ന ഖുർആൻ പറഞ്ഞത്. ഹൗല ബിൻത് സഅലബ എന്ന് പറയുന്ന സഹാബ വനിത സൂറത്ത് മുജാദിൽ 1-ാമത്തെ ആയത്ത് വതഷ്തകി ഇലല്ലാഹ്, ആവരാതിപ്പെട്ടത് അല്ലാഹുവിനോടാണെന്ന്. പ്രിയമുള്ളവരെ, ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത് സുന്നത്തിലൂടെ ജീവിക്കുക. വിത്തര തൗഹീദാണ്. അള്ളാഹു ഒറ്റയാണ്, ഒറ്റ ഇഷ്ടപ്പെടുന്നവനാണ്. രാത്രി നിസ്കാരം ഒറ്റയെ ഇറക്കാത്തുകൊണ്ട് ദീന് കോമാളിയാവില്ല.
ഒറിജിനൽ മതം ദിക്റുകൾ പ്രവാചകൻ പറഞ്ഞ പോലെ ചൊല്ലി, സ്വലാത്തുകൾ പ്രവാചകൻ പറഞ്ഞ പോലെ ചൊല്ലി, അതുപോലെ ഖബർ സിയാറത്ത് മുത്തനബി പറഞ്ഞ പോലെ ചെയ്യണ്ടെന്നല്ല പറഞ്ഞേ. ഈ കച്ചവടങ്ങളും അപഹാസ്യപ്പെടുത്തൽ വേണ്ട പറഞ്ഞപ്പോഴാണ് മുജാഹിദർക്ക് ഇതൊന്നുമില്ല പറഞ്ഞേ. ഞാൻ പാട്ടുപാടിയൊന്നല്ല, റിഫൈറാത്തീവിലൊക്കെ ഉള്ള ദിക്റാണ്. നിങ്ങൾക്ക് അറിയാത്തോണ്ട്, നിങ്ങൾ പൊട്ടന്മാരായതുകൊണ്ടാണ് നമ്മളെ പറയും. എന്താണ് www വലിയ ലോകത്തിലേക്ക് കയറിപ്പോയുള്ള പാസ്വേഡ് പോലെ ഹാ ഹൂ ഹി ഹൈ എന്ന് പറഞ്ഞ വലിയ ലോകത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി ഹി അത് ചെല്ലണം. എത്ര സമയം വേണം? ഷോർട്ടാക്കി പെട്ടെന്ന് ലാഭിച്ചൂടെ? ഹാ ഹൂ ഹി ഹയ്യുൻ. എന്റെ ബാപ്പാന്റെ സുഹൃത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പുള്ളി എന്നോട് പറയും, ഞങ്ങളിങ്ങനെ ഒരുമിച്ച് യാത്ര വരുമ്പോൾ ഇവരിങ്ങനെ ചെല്ലുണ്ടോ ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിലെ. അപ്പൊ ആളെന്നോട് പറയാം, നിനക്ക് മനസ്സിലായിട്ടുണ്ടോ അവർ എന്തിനാണ് ഇത്ര വേഗത്തിൽ ചെല്ലി തീർക്കണേ? ആ നെയ്ച്ചോറിന്റെ മണങ്ങനെ വരുമ്പോ എങ്ങനെ മുഴുവൻ ചെല്ലാൻ അവരെ കൊണ്ട് തോന്നുക? അതിനാണ് ഹാ ഹൂ ഹി ഹൈ എന്ന് ഷോർട്ടാക്കിയത്. നിങ്ങൾ ആലോചിച്ചോക്കെ, ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി ഷോർട്ടാക്കി നിസ്കാരം വരെ നമ്മൾ ഷോർട്ടാക്കൂലേ? ദിന്ദിം മാമാ ദിന്ദിം മാമാ ദിന്ദിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ അല്ലൊക്കെ ദിന്ദിം മാമാ ദിന്ദിം മാമാ ദിന്ദി അസ്സലാമു അലൈക്കും. നമ്മൾ സമ്മതിക്കോ? ഇസ്ലാമിലുള്ള ഒന്നിനും നമ്മളായിട്ട് ഷോർട്ടാക്കണ്ട. നമ്മളുടെ വക ഒന്നും മതത്തിൽ വെക്കും വേണ്ട, ഒന്നും എടുത്ത് കളയും വേണ്ട. പ്രിയമുള്ളവരെ, ആരിവരീ മഹാരഥന്മാര് ആരെ തേടണമെന്ന് പറഞ്ഞോ അതുകൂടെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് വിട പറയാം ഈ സദസ്സിനോട്, മുഹിയുദ്ദീൻ ശൈഖിനോട് തേടുന്നവരെ. ഇറാഖിന്റെ ബഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയില് അല്ലാമ യൂസുഫ് ബിൻ അയ്യൂബ് അൽ ഹമദാനി എന്ന് പറയുന്ന പണ്ഡിതന്റെ കീഴില് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെ പഠനം നടത്തിയ പണ്ഡിത കുലപതിയുണ്ട്. സാക്ഷാൽ അബ്ദുൽ ഖാദിർ ജീലാനി ലോകത്തിന് വിലപ്പെട്ട കിതാബുകൾ സമ്മാനിച്ച പണ്ഡിതനാ. അത് മുഹിയുദ്ദീൻ മാലയല്ല, മുഹിയുദ്ദീൻ മൗലൂദല്ല, കുതുബിയ്യത്തല്ല. അത് കോഴിക്കോട് നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഉണ്ടാക്കിയതാണെങ്കിലോ ശൈഖിന്റെ കൈപട കൊണ്ട് എഴുതിയ ഫത്ഹുർ റബ്ബാനി, ഫുതൂഹുൽ ഗൈബ് മറ്റുള്ളവർ കൈകടത്തി എന്ന് പറയപ്പെടുന്ന ഉന്യത്തുൽ ത്വാലിബീൻ പഠിച്ചോ. അതിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാണാ. പ്രിയമുള്ളവരെ, ബദരീങ്ങളോട് തേടുന്നവരുണ്ടല്ലോ. യാ മൻ ബിഹി ഹല്ലറദ വഹമൻ ബിഹമ്മിൻ നകിദ കുല്ല ഹാദിയം മുസ്തംജിദ യാ അഹ്ല ബദർ ശുഹദാ. ആദിയുണ്ടോ, വ്യാധിയുണ്ടോ, ദുഃഖമുണ്ടോ, വിഷമമുണ്ടോ, വിളിച്ചോ. ബദർ ശുഹദാക്കളെ എന്ന് ബദരീങ്ങളോട് തേടുന്നവരുണ്ടെങ്കിലോ ആരാ ബദരീങ്ങളെന്ന് മറന്നുപോയോ? ആയുധ സാമഗ്രികളില്ലാതെ ഈമാനി കൈമുതലാക്കി ബദറിന്റെ രണഭൂമിയിലേക്ക് അവരിറങ്ങുമ്പോ അവിടെ പടർന്നു പന്തലിച്ചൊരു ആദർശമുണ്ട്. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. കഴിക്കാൻ ഭക്ഷണമില്ല, മുറിഞ്ഞ വാൾത്തലപ്പുകളാണ്. ഈത്തപ്പഴത്തിന്റെ മധുരം വായിൽ വെച്ച് നുകർന്ന് പരസ്പരം കൈമാറിയ പട്ടിണിക്കോലങ്ങള് ദൃഢമായ മനക്കരത്തോടെ തൗഹീദിന് വേണ്ടി ബദറിലിറങ്ങുമ്പോ എന്തിനാണ് ബദർ നടന്നതെന്ന് പഠിക്കാ. 17 ഒട്ടകങ്ങളെ വരെ അറുത്തുകൊണ്ട് ഭക്ഷണം കഴിച്ച 3 ഇരട്ടി വരുന്ന ശത്രുസേനയോട് നേരിടാനായി ഇറങ്ങുന്ന സഹാബത്തിന്റെ അവസ്ഥ അറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, ഇത് നിർഭയത്വത്തോടുകൂടെ സകലമാന സഹാബത്തിനെയും അല്ലാഹു ഉറക്കി കിടത്തുകയാ. എങ്ങനെയാ സമാധാനത്തോടുകൂടെ ഉറങ്ങാൻ കഴിയുന്നത്? 3 ഇരട്ടിയല്ലയോ ശത്രുസേന, പക്ഷേ അല്ലാഹു ഉറക്കി കിടത്തുകയാ. പിറ്റേ ദിവസം ക്ഷീണമില്ലാതെ യുദ്ധം ചെയ്യാനാണെങ്കിൽ ബദറിന്റെ രണഭൂമിയിൽ ഉറങ്ങാത്തൊരു നായകനുണ്ട്. ആരാ? ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നിരന്തരമായ തേട്ടമാണ് അല്ലാഹുവിനോട്. കച്ചത്തിന്റെ വെള്ള കാണുമാറ് ഇരു കരങ്ങളും ആകാശ ഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ച് തേടിയത്. അല്ലാഹുവേ, ഈ ചെറു സംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ ഭാര്യമാരെ വിധവകളാകുമോ, മക്കൾ യതീമുകളാകുമോ എന്ന് പേടിയല്ല. നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാ. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തട്ടം പോലും താഴെ വീണു പോയെന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ണുമിടിക്കുമ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഓടി വന്ന് വാരിപ്പുണർന്നിട്ട് പറയാ, അല്ലാഹു കൈവിടില്ല നബിയേ. എന്തിനാണ് ബദരീങ്ങളുടെ നൊമ്പരങ്ങൾ എന്നറിയോ?
ആദ്യമായി ഷഹീദായ ഉബൈദത്തില്ലയോ കണങ്കാലിന് വെട്ടുകൊണ്ട് താഴെ വീഴുമ്പോ നിലത്ത് കിടക്കുന്ന അദ്ദേഹത്തിന് നേരെ വീണ്ടും ശത്രു വാളുകൊണ്ടാഞ്ഞു വെട്ടുമ്പോ തടുക്കാനുള്ള ശ്രമത്തിലൂടെ രക്തം ഇങ്ങനെ ചീറി ഒലിക്കുന്നുണ്ടെങ്കിലോ വാരിയെടുത്ത റസൂലുള്ളാഹിന്റെ മടിത്തട്ടിലൂടെ കൊണ്ടുവന്ന് കിടത്തുമ്പോ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞില്ല നബിയേ സുഗന്ധേനുബൈദത്തെ എടുത്തത് അമ്മ ചോരിന്തേ വരും വഴി കൊഴുകൈതമ്മ നികരറ്റവർ യാസീർ ഹബീബുള്ളാന്റെ തിരുമുമ്പിൽ കിടത്തിക്കൊണ്ടേ എന്റെ കൈ വീണ് പോയ റസൂല് എന്റെ കാല് വീണ് പോയ റസൂല് ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ മരിച്ച ബദർ ശുഹദാക്കളിൽ പെടുമോ നബിയേ ബദർ യുദ്ധക്കളം വിട്ട് പിരിന്തോ ഞാനേ ബദർ ശുഹദാക്കളിൽ ഞാനോ പെടുമോ തേനേ അങ്ങവിടെ ബദറിന്റെ രണഭൂമിയിലൂടെ ഷഹീദാവാന് മോഹിച്ചവനാ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവിടെ കിടന്നാൽ ഷഹീദാകുമോ പാതിരാവിലും പാതി വിരിയുന്ന പാരിജാതങ്ങൾ തോറ്റുപോകുന്ന പുഞ്ചിരിയുണ്ടെങ്കിലോ അത് ലോകത്തിന്റെ മുത്തിൻ്റെതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിന്റെ മുഖമങ്ങ് വാടുകയാ കണ്ണ് നിറഞ്ഞൊലിക്കുകയാ കൊഞ്ചം ബദർ പോച്ചുണ്ടനക്കിയും ബദർ ശുഹദാക്കളിൽ നീയോ പെടുമേ തേനേ നീ എവിടെ കിടന്ന് മരിച്ചാലും ഷഹീദാണ് ഉബൈദ എന്തിനാ ശുഹദാക്കൾ അവരുടെ കയ്യും കാലും കൊടുത്തത് എന്തിനാ ബദരീങ്ങൾ അവരുടെ ഭാര്യമാരെ വിധവകളാക്കിയത് എന്തിനാ ബദരീങ്ങൾ അവരുടെ മക്കളെ യതീമുകളാക്കിയത് എന്തിനാ ബദരീങ്ങൾ അവരുടെ കുടിലുകൾ അന്യായമാക്കിയത് എന്തിനാ ബദരീങ്ങൾ അവരുടെ ജീവൻ പോലും റബ്ബിന്റെ മാർഗത്തിലൂടെ കൊടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശത്തിനാണെങ്കിൽ ആ ബദരീങ്ങളോട് ഹൃദയത്തിന്റെ കോണിലൂടെ സ്നേഹമുണ്ടോ എങ്കിൽ ആ ബദരീങ്ങളോട് തേടാനില്ല ആ ബദരീങ്ങൾ പറഞ്ഞ അല്ലാഹ് മുത്തുനബിയോട് തേടുന്നവര് ആരാണ് റസൂൽ എന്നറിയണേ സൂറത്ത് ജിന്നിന്റെ 20ാമത്തെ ആയത്തിലൂടെ കാണാ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച അതിനുവേണ്ടി മർദ്ദനങ്ങൾ അനുഭവിച്ച മക്ക എന്നുള്ളത് മണൽത്തരികളല്ല പാറനിബിഡമാണെങ്കിൽ അവിടെയാ അല്ലാഹുവിന്റെ ഹബീബിനെ ചവിട്ടിയതെങ്കിൽ അവിടെയാണ് രക്തം വാർന്നൊലിച്ചത് എങ്കിൽ പറന്ന് വീണ മണ്ണിനോട് മഹബത്തുള്ളവരല്ലയോ മക്കയുടെ മണ്ണിൽ നിന്ന് റസൂലുള്ളാഹിനെ ആട്ടിയോടിക്കുമ്പോ ഇരുട്ടിന്റെ മറവിലെ കഅബാലയത്തിന്റെ മണ്ണിലെ കണ്ണീരോടെ യാത്ര പറഞ്ഞത് അലിംതു അന്നക ഖൈറു അർളില്ലാഹ് എനിക്കറിയാം അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടതായ ഭൂമി നീ തന്നെയാ നിന്റെ ആളുകൾ എന്നെ ആട്ടിവിട്ടില്ലെങ്കിൽ ഒരിക്കലും ഞാൻ പുറത്തേക്ക് പോകില്ല എന്ന പ്രവാചകനോ ഉയരമുള്ള സ്ഥലങ്ങളിലെത്തുമ്പോ തിരിഞ്ഞു നോക്കിയെന്ന പറന്ന് വീണ മക്കയുടെ മടിത്തട്ടിനോട് പിച്ചവെച്ച് നടന്ന മക്കയുടെ മാറിടത്തോട് ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട് ഹൃദയം ഭരിച്ചെടുത്ത വേദനയോടുകൂടെ യാത്ര പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ല നബിയേ ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിന്റെ വാക്കാ അങ്ങ് തിരിച്ചു വരും ഈ ഒരു മണ്ണിലേക്കോ എന്തിനാ ഹബീബിന്റെ നൊമ്പരങ്ങള് തായിഫിന്റെ മണ്ണിലെ രക്തം വാർന്ന് വീണു പോയത് എന്തിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ പ്രവാചകനോട് ഹൃദയത്തിന്റെ കോണിൽ സ്നേഹമുണ്ടോ എങ്കിൽ ആ നബിയോട് തേടാനില്ല ആ റസൂൽ പറഞ്ഞ അല്ലാഹ് അണ്ടകടാഹങ്ങളുടെ സെട്ടാവായ അല്ലാഹ് ബ്രഹ്മാണ്ടങ്ങളുടെ സെട്ടാവായ അല്ലാഹ് സകലചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാഹ് അവനെന്തിനും കഴിവുള്ള ഖദീറ എല്ലാം കാണാൻ കഴിവുള്ള ബസീറ എല്ലാം കേൾക്കാൻ കഴിവുള്ള സമീഅ തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാഹ് നമ്മളുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്ന അല്ലാഹ് അവൻ ഏകനായ റബ്ബാണെങ്കിൽ ആ റബ്ബിലേക്ക് തിരിച്ചോ നമ്മളുടെ കരങ്ങളെ അത്രേ നമുക്ക് പറയാനുള്ളൂ.